ഞാൻ +2 പഠിക്കുന്ന ദക്ഷയുടെ അച്ഛനാണ്. ഓ അത് ശരി. ഏതാ ഡിവിഷൻ? സി. സിയില്. സിയിലെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്. ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരല്ല. അവരെ കുറിച്ച് ഒരു കംപ്ലൈന്റ് ഇവിടെ ഇല്ല. ഇല്ലല്ല, കുട്ടികളൊക്കെ നല്ലതാ. അതെ. പക്ഷെ തെമ്മാടിത്തരം കാണിക്കുന്ന വേറെ ചില ആൾക്കാരാണ്. ഇരിക്കി. എന്താ കാര്യം? പക്ഷേ ഞാൻ കഴിഞ്ഞ PTA മീറ്റിങ്ങിന് വന്നില്ല. അല്ല, അതിപ്പോ പല കാരണം കൊണ്ടാവും. അതിനിപ്പോ ഇവിടുന്ന് ആരെങ്കിലും എന്തെങ്കിലും പരാതി പറഞ്ഞോ? ഇല്ല, പരാതി ഒന്നും പറഞ്ഞില്ല. ഭാര്യ വന്നിരുന്നു. അല്ല, മതിയല്ലോ, ആരെങ്കിലും ഒരാൾ വന്നാൽ മതിയല്ലോ. അപ്പൊ ഭാര്യ വന്നു, മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തു. മീറ്റിംഗ് കഴിഞ്ഞു പോകുമ്പോ പുള്ളിക്കാരത്തി മോളെ പഠിപ്പിക്കണ അധ്യാപകരൊക്കെ ഒന്ന് നേരിട്ട് പോയി കണ്ടു. അല്ല, നല്ല കാര്യമാണ്. കുട്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്താന്ന് അറിയാൻ ഒരു അന്വേഷണമൊക്കെ നടത്തലുണ്ടല്ലോ. അതെ അതെ, കുഴപ്പമൊന്നുമില്ല. അതിൽ ഒരു അധ്യാപകൻ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങിച്ചു. എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടും കൂടെ ഒക്കെ പറയാനും പിടിക്കാനൊക്കെ ആയിട്ട്. എന്നാ സംഗതി അതല്ല. സംഗതി അതല്ല. രാവിലെ ഗുഡ് മോർണിംഗ്. രാവിലെ അല്ലേ? അതെ. ഗുഡ് മോർണിംഗ് തന്നെയാണല്ലോ പറയാ രാവിലെ. രാത്രി ഗുഡ് നൈറ്റ്. അപ്പൊ കറക്റ്റാണ്, ഒന്നും തെറ്റില്ല. പക്ഷെ തെറ്റായിട്ടുള്ള ചില പരിപാടികൾ പുള്ളി ചെയ്യുന്നുണ്ട്. വേറെ ചില മെസ്സേജുകൾ അയക്കുന്നുണ്ട്. എന്താ ഉദ്ദേശിക്കണെന്ന് പറഞ്ഞാല് ഭാര്യയ്ക്ക് മെസ്സേജ് അയക്കുകയാണ്. ഒറ്റയ്ക്കാണോ? അവിടെ മഴയുണ്ടോ? പിന്നെ ഏത് ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്? ഡ്രസ്സിന്റെ കച്ചവടമുള്ളവരാരാണ്? നൈറ്റി ആണോ അതോ സാരിയാണോ? ഭർത്താവ് എങ്ങനെയുണ്ട്? അത് പോട്ടെ. കടന്നിട്ട് പുള്ളി ചോദിക്കുകയാണ്, സിനിമയ്ക്ക് വരാൻ താല്പര്യമുണ്ടോ? നമുക്ക് മാളിലേക്ക് പോകാം. ഇതൊക്കെ ഭാര്യ എന്നെ കാണിക്കുകയാണ്. ഇതെന്താണ് പരിപാടി? എനിക്കിതിനൊരു തീരുമാനം അറിയണം മാഷേ. ഉണ്ണിസാറിനോണ്ട് ഇവിടെ തോറ്റിട്ടിരിക്കാണ് എന്റെ. ഉണ്ണിസാറോ? ഉണ്ണിസാറൊന്നുമല്ല, ഇത് വേറെയാണ്. വേറെ എന്താ? വേറെ എന്ന് പറഞ്ഞ എന്താ? മാഷിന്റെ പേരെന്താ? പ്യാരി. പ്യാരി മാഷ് വേറെ ആരാണ്? പ്യാരിജാതനോ? പ്യാരിജാതൻ മാഷേ. എനിക്ക് മാഷുമാരെ പറ്റിയിട്ട് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു, ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് പോയിപ്പോ. സാറേ, ആള് ഈ ഒരു മാന്യനായിട്ടുള്ള ഒരു പ്യാരിജാതൻ മാഷ. അല്ല, വെള്ളം ഉണ്ട കൊടുത്തിട്ടാണ് എല്ലാ പ്രാവശ്യം വരുന്നത്. അതുകൊണ്ട് കാര്യമില്ല. രാത്രി ഇതാ പരിപാടി. അത് വിളിച്ചിട്ട് സംസാരിക്കണം മാഷേ. സംസാരിക്കണല്ലോ. സംസാരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. എന്താ ഈ പറഞ്ഞത്? അത് സംസാരിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സംസാരിക്കണം. ഹലോ, പ്യാരിജാതൻ മാഷുണ്ടോ അവിടെ? ക്ലാസ് എടുത്തോണ്ടിരിക്കേ? എടുത്തോടത്തോളം മതി എന്ന് പറയും. അത് എത്തിയിട്ടുണ്ട് വരാൻ പറയും കേട്ടോ.